السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അതിന്റെ ഇടക്ക് സുബഹിയിലെ തസ്വീബിനെ സംബന്ധിച്ച് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വഹാബികൾ ഇങ്ങനെ കുളത്തിലുള്ളത് കൊണ്ട് അതിന്റെ വസ്തുത ഒന്ന് മനസ്സിലാക്കാൻ തന്നയാൾക്ക് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശറഹുൽ മുഹദ്ദബ് വായിച്ച് ആ ഭാഗം ഇന്നലെ വിശദീകരിച്ചു. ഇനി തുടർന്നുള്ള ബാക്കി സുന്നത്തുകളാണ് നമുക്കിന്ന് പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വതർജീഉ തസ്വീബ് സുബഹിന്റെ ബാങ്കിൽ ആവർത്തിച്ച് വിളിക്കുന്നതിനാണ് തസ്വീബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ തർജീഉം സുന്നത്താക്കപ്പെടുന്ന എന്താണ് തർജീഅ്? തർജീഅ് എന്ന് പറഞ്ഞാൽ മടക്കുക തന്നെ, മടക്കി പറയാം. അതെങ്ങനെ? ബി ഐ എത്തിയ ഈ ബാങ്ക് വിളിക്കുന്ന ആള് കൊണ്ടുവരൽ കൊണ്ട് തർജീന്റെ രൂപ പറയുന്നു. എന്ത് കൊണ്ടുവരിക? ബി കെലിമത്തെ ഷഹാദത്തൈനി, രണ്ട് കെലിമത്തു ഷഹാദത്തിന്റെ വചനങ്ങളെ കൊണ്ടുവരിക. മറത്തൈനി, ഈ രണ്ട് പ്രാവശ്യം വീതം. സിറൻ, പതുക്കെ കൊണ്ടുവരാ. പതുക്കെ എന്ന് പറഞ്ഞാൽ എത്ര? ഐ ബി ഹൈസു യുസ്മിഉ മൻ ഖറുബ മിൻഹു ഉർഫൻ, ഉറുഫിൽ അവന്റെ സമീപത്ത് ഉള്ള ആളുകൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. ഉദാഹരണം, ഒരു ചെറിയ ഇടത്തരം പള്ളിയൊക്കെ ആണെങ്കിൽ ആ പള്ളിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കേൾക്കാവുന്ന രീതി വരെ ആവാം ഈ സിറ് എന്ന് പറയുന്നത്. അല്ലാതെ പണ്ടത്തെ നമ്മളെ ചില ഖത്തീബന്മാര് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ അതല്ല. സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുന്നതിന് പുറമെ സമീപത്തുള്ളവരെ കൂടി കേൾക്കുക. അപ്പൊ ഇവിടെ സിറിന്റെ അർത്ഥം എന്താണ്? സാധാരണ മറ്റ് കലിമത്തുകൾ പറയുന്നത് പോലെ ഉറക്കല്ലാന്ന് അത്ര. എങ്ങനെ പതുക്കെ രണ്ട് പ്രാവശ്യം വീതം പറയുക. ഖബലൽ ജഹിരി ബിഹിമ, ഈ രണ്ട് ഷഹാദത്ത് കലിമയെ ഉറക്കെ പറയുന്നതിന് മുമ്പ്. ബാങ്കിന്റെ സാധാരണ കൊടുക്കുന്ന ശബ്ദം എത്രയാണോ ആ ശബ്ദത്തിൽ അല്ലാഹു അക്ബറിന്റെ ശേഷം രണ്ട് ഷഹാദത്ത് കലിമ പറയും. അതിന്റെ മുമ്പ് അല്പം ശബ്ദം താഴ്ത്തി തനിക്കും തന്റെ സമീപത്തുള്ളവർക്കൊക്കെ കേൾക്കാവുന്ന രീതിയിൽ രണ്ടീച്ച പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാം. എന്നിട്ട് പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാം. അപ്പോ എന്താ കാരണം അങ്ങനെ തർജീഅ് വേണമെന്ന്? ലിൽ ഇത്തിബായി, അത് ഇത്തിബാൻ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മഹാനായ അബൂ മഹ്ദൂറത്ത് റളിയല്ലാഹു തആല അൻഹുവിന് മക്കത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബാങ്ക് പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പ്രത്യേകം കൽപ്പിച്ചതാണ്. ഏത്? പതുക്കെ രണ്ടീച്ച പ്രാവശ്യം ഷഹാദത്ത് ചൊല്ലണം, എന്നിട്ട് പിന്നെ ഉറക്ക ചൊല്ലണോന്ന്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും സഹാബത്ത് ചെയ്തു കാണിച്ചതുമായ സുന്നത്ത, ബാങ്കിന്റെ ഷർത്തുകളിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരാള് തർജീഅ് ഇല്ലാതെയാണ് ബാങ്ക് വിളിച്ചു എന്ന് വെക്ക, ബാങ്ക് സഹിയാവും. അതിന്റെ കാരണം എന്താ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കിൽ തർജീഅ് കേട്ടിട്ടില്ല, റിവായത്തുകളിലൊന്നുമില്ല. അപ്പൊ ആ ബാങ്ക് ബാത്തിലാന്ന് പറയാൻ വകുപ്പില്ലല്ലോ. അപ്പൊ ബാങ്ക് സഹീഹാവാൻ ഏത് വേണമെന്നില്ല, തർജീഅ് വേണമെന്നില്ല.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കൽപ്പിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെയുള്ള സഹീഹിന്റെ കിതാബുകളിലൊക്കെ റിവായത്ത് ചെയ്തു വന്നതായത് കൊണ്ട് അത് സുന്നത്താണ്. പക്ഷെ ഇന്ന് പലയിടത്തും അത് ചെയ്യുന്നില്ല, ചിലർക്കൊന്നും അത് അറിയില്ല. അതൊരു ഹയാത്താക്കേണ്ട സുന്നത്താണ്. അതുകൊണ്ട് ആർക്കും ഒരു ദോഷം പറ്റൂല. കാരണം എന്താ, അതിന് പിന്നെ ആൾക്കാരെ അഭിപ്രായം പറയുന്നത് അതിന് വലിയ ഒച്ചിമ്പിളിയാക്കണ്ടല്ലോ. അത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിയായി സ്ഥിരപ്പെട്ട ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത്, ആ സുന്നത്ത് ചെയ്യുന്നത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒച്ചപ്പാടാക്കും വേണ്ട. ശബ്ദം താഴ്ത്തി അവനവന്റെ നഫ്സും സ്വന്തം അടുത്തുള്ള ആളുകളും കേൾക്കാവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. ഇനി അത് പറയാതെ കൊടുത്താലോ ബാങ്ക് സഹിയാവും, പക്ഷെ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും. ഇനി രണ്ട് ചൂണ്ടുവിരലുകളെ ആക്കുക. ചൂണ്ടുവിരല് എന്ന് പറഞ്ഞാൽ അതിന്റെ തലപ്പ്, ചൂണ്ടുവിരലുകളുടെ തലപ്പുകളെ ആക്കുക. എവിടെ? ബിസുമാഹൈഹി, രണ്ട് ചെവിക്കുണ്ടിൽ, ചെവിയുടെ ദ്വാരം ഉണ്ടല്ലോ, അതിനാണ് സുമാഹ് എന്ന് പറയാം. രണ്ട് കൈവിരലുകളുടെ ചൂണ്ടുവിരൽ, ആ ചൂണ്ടുവിരൽ ചെവിക്കുഴിയിൽ വെക്കുന്നത് എന്തിനാണ്? അത് എവിടെ? വദീഫിൽ അദാനി, ബാങ്കിലെ അങ്ങനെ രണ്ട് കൈവിരലുകളുടെ തുമ്പ് ചെവിക്കുഴിയിൽ വെക്കേണ്ട സുന്നത്തുള്ളൂ. ദൂരല്ല ഇഖാമത്ത് വേണ്ട. ഇഖാമത്ത് സാധാരണഗതിയിൽ വിളിച്ചാൽ മതി. ബാങ്കിനാണ് ഇങ്ങനെ ചെവിയിൽ വിരൽ തുമ്പുവെക്കൽ സുന്നത്തുള്ളത്. എന്താ? കാരണം ഈ ചെവിയിൽ വിരൽ തുമ്പ് വെക്കുക എന്ന് പറയുന്നത് അജ്മാഉൽ സൗത്തി, ശബ്ദത്തെ ഏറ്റവും ഒരുമിച്ച് കൂട്ടുകാരെ വലുതാക്കുന്നതാണ് അർത്ഥം. ശബ്ദം കൂടും, നല്ല ശബ്ദത്തിൽ കൊടുക്കാൻ കഴിയും. ബാങ്ക് എത്രയും ഉയർത്തി കൊടുക്കൽ സുന്നത്തുവാണല്ലോ. അത് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. മുഅദ്ദിനിന്റെ ശബ്ദം ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഏത് വസ്തു കേട്ടാലും അതൊക്കെ നാളെ ഈ മുഅദ്ദിന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയും എന്ന്. അപ്പൊ അത് എത്രയും ശബ്ദം ഉയർത്തൽ സുന്നത്താ. അപ്പൊ അതിന് സഹായകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ കൈവിരലിന്റെ തുമ്പ് ചെവിക്കുഴിയിൽ വെച്ചാൽ, അതുകൊണ്ട് അത് സുന്നത്താണ്. എന്നാ എപ്പോഴും ബാങ്കിൽ ഇങ്ങനെ കൈവക്കൽ സുന്നത്തുണ്ടോ? കാല ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദ റഫ്അ സ്വൗതി ബിഹി, ബാങ്ക് കൊണ്ട് ശബ്ദം ഉയർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ എന്ത് വേണ്ടു? ചെവിയിൽ ഇങ്ങനെ കൈവെക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ, സാധാരണ പള്ളിക്കെന്നൊക്കെ വഖ്തറിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന ബാങ്കാണല്ലോ ഇപ്പൊ നല്ലോണം ഒച്ചത്തിൽ കൊടുക്കുക, അതിന് വെച്ചാ മതി. ഇവിടെ ഒരു 4 ആള് ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജമാഅത്താണ്, അതിപ്പോ അവരൊക്കെ കേൾക്കാവുന്ന ഒരു ശബ്ദത്തിന് മതി. എന്നാൽ അവിടെ പ്രത്യേകം വിരൽ വെച്ചു കൊള്ളണം എന്നില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഉണർത്തിയ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഏതായാലും ആട്ടെ, ഇപ്പൊ പറഞ്ഞ രണ്ട് കയ്യിന്റെയും ചൂണ്ടുവിരലുകൾ ചെവിയിൽ വെക്കുക. ഒരു കൈക്ക് അസൗകര്യം വന്നു, ഉദാഹരണം ഒരു കൈ ഇല്ല, അല്ലെങ്കിൽ ഒരു കൈ തളർവാദോ മറ്റോ പിടിപെട്ടിട്ട് കൈ അനക്കാൻ വയ്യ, അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും രോഗമുണ്ട്, എന്നാൽ മാറ്റി വെക്കണം, ഉള്ള വെക്കണം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടിന്റെയും വെക്കണമെന്ന്. രണ്ടാൽ ഒരു കൈക്ക് തടസ്സം ഉണ്ടെങ്കിൽ ഉള്ള കൈ കൊണ്ട് വെക്കണമെന്ന്. ഇനി അതല്ല സ്വഭാവത്തും, കൈക്കല്ല തകരാറ്, കൈയിന്റെ വിരല് ചൂണ്ടുവിരലിന്റെ തകരാറാണ്. ഒന്നിനും ചൂണ്ടുവിരലില്ല, അല്ലെങ്കിൽ ചൂണ്ടുവിരൽ എന്തോ സുക്കേടുണ്ട്, എന്നാൽ മറ്റു വിരലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പോ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്തുണ്ട്. അത് വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തലാണ് സുന്നത്ത്. വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലില്ല, അല്ലെങ്കിൽ ഇടത്തെ കൈയിനെ വിരലുള്ളൂ, എന്നാൽ അതൊന്നും ഉയർത്തൽ സുന്നത്തില്ല. എന്നാ അതുപോലെയല്ല ഇവിടെ ബാങ്കിന്റെ അവിടെ അതിന്റെ ഉദ്ദേശം നന്നായി ശബ്ദം ഉയർത്താൻ സൗകര്യപ്പെടുക എന്നതാണ്. അതിന് നല്ലത് ചൂണ്ടുവിരലാണെന്നേ ഉള്ളൂ. ചൂണ്ടുവിരലില്ലെങ്കിൽ മറ്റു വിരലുകളായാലും മതി. ഇനി ഒരു കയ്യെ വെക്കാൻ പറ്റുള്ളെങ്കിൽ അത് വെച്ചോട്ടെ, രണ്ടു വെക്കാൻ പറ്റുമെങ്കിൽ രണ്ടും സുന്നത്ത് തന്നെയാണ്.
അപ്പൊ രണ്ട് കാര്യമായി. തർജീ ചെയ്യുക, അതുപോലെ തന്നെ ബാങ്കിൽ കൈവിരലുകളെ തുമ്പ് ചെവിക്കുണ്ടിൽ വെക്കുക. ഇനി മറ്റൊരു സുന്നത്ത്, വസുന്ന ഫീഹിമാ ഐ ഫിൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിലും ഇഖാമത്തിലും രണ്ടിലും തന്നെ സുന്നത്താക്കപ്പെടും. ഖിയാമുൻ, നിൽക്കൽ, നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുക, നിന്നുകൊണ്ട് ഇഖാമത്ത് വിളിക്കുക, അത് സുന്നത്താ. അപ്പൊ ഒരാൾ ഇരുന്നാലോ, അയാൾ ഇരുന്നാ ബാങ്ക് സഹിയാവും, പക്ഷേ സുന്നത്ത് പോവും എന്നല്ല, ഉദ്റില്ലാതെ ആണെങ്കിൽ കറാഹത്ത് വരും. ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അല മൗദിൻ ആലിൻ, ഉയരമുള്ള സ്ഥലത്ത് വെച്ച് ബാങ്ക് കൊടുക്കുക. മുമ്പൊക്കെ മുനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കലാണ്. മുനാരില്ലെങ്കിൽ പള്ളിന്റെ മച്ചും പുറത്ത് കയറിയിട്ട് ബാങ്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇനിയിപ്പൊ ചോദിക്കാൻ അങ്ങനെ മുട്ടുന്നുണ്ടാവും പലർക്കും. അപ്പൊ താഴെന്ന് കണ്ട് ബാങ്ക് കൊടുക്കുക, മുനാരത്തിന്റെ മോള് കൊണ്ടുപോയിട്ട് ഈ സ്പീക്കറിന്റെ കാളം കെട്ടിയാ പോരെ, എന്നാ സുന്നത്ത് കിട്ടുവോ? ആന്നെ ആകെ ചോദിക്കണതിന് മുമ്പ് തന്നെ അറിയാലോ, ഒരാൾക്ക് ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇങ്ങനെ കുത്തിരിക്കല്ലേ, അവൻ ചോദ്യമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. അതുകൊണ്ട് സുന്നത്ത് കിട്ടൂല, അത് ചെയ്യണ്ടെന്നല്ല. സ്പീക്കറിന്റെ കാളം ഇവിടെ വെച്ചോട്ടെ, മുനാരത്തിന്റെ മുകളിൽ വെച്ചോട്ടെ, അതുകൊണ്ട് ഉയർന്ന സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടൂല. ഉയർന്ന സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് സ്വന്തം മുസ്തഖില്ലൻ സുന്നത്താണ്. വലവുലമ്മിക്കുലിൽ മസ്ജിദി, മുനാരത്ത് വന്ന സുന്നത്ത്. ഇനി മുനാരില്ലെങ്കിൽ, പള്ളിക്ക് മുനാരില്ല, വലവുലമ്മിക്കുലിൽ മസ്ജിദി മനാറത്തുൻ, ഒരു പള്ളിക്ക് മുനാരില്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന് കൊടുക്കാൻ മുനാരട്ടോ, ആ മുനാരില്ല. എന്നാൽ സുന്നബി സ്വത്തുഹി, അതിന്റെ മാലിപ്പന്റെ മുകളിൽ മച്ചും പുറത്ത് പോയിട്ട് കൊടുക്കൽ സുന്നത്താക്കപ്പെടും. ഇനി അതും ഇല്ലെങ്കിൽ സുമ്മബി ബാബിഹി, പിന്നെ അതിന്റെ വാതിലിന്റെ ഉമ്മരപ്പടി ഉണ്ടാവുമല്ലോ, അതിമ കയറുന്ന അത്രയും ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റൂൾ എന്നെങ്കിലും വെച്ചിട്ട് അതിമ കയറിക്കുക, അത് സുന്നത്താണ്. മക്കത്തും മദീനത്തും ഒക്കെ കണ്ടിട്ട് ഞങ്ങള് മുനാര അവിടെ ഉണ്ടല്ലോ, മുനാരത്തിന്റെ മുകളിൽ സ്പീക്കർ കാളം കെട്ടി ചെയ്തിടണല്ലോ, എന്നാലും ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ആ സ്റ്റേജ് വന്നിട്ട് ആ ബാങ്ക് കൊടുക്കുക. ഈ കാമത്ത് അവിടെ തന്നെ അഴിഞ്ഞു പറയും, അത് പള്ളി അതിനെ മാത്രം വിശാലമാണ്, താഴെ നിന്ന് കൊടുത്താൽ ഈ കേൾക്കാൻ സൗകര്യപ്പെടൂല എന്ന് കണ്ടു. എന്നാൽ ഈ കാമത്തും ഉയരമുള്ള സ്ഥലത്ത് കൊടുക്കാം. സാധാരണഗതിയിൽ ഈ കാമത്ത് സാധാരണ നിലത്തുനിന്ന് തന്നെ കൊടുക്കലാണ് സുന്നത്ത്. പ്രത്യേക വല്ലാതെ പള്ളി വലുതായിട്ട് കേൾക്കാൻ അസൗകര്യം വരുന്നോടത്ത് മാത്രമേ ഇക്കാമത്ത് ഉയരമുള്ള സ്ഥലത്ത് സുന്നത്തുള്ളൂ. ബാങ്ക് എന്തായാലും ഉയരമുള്ള സ്ഥലത്തായിരിക്കൽ സുന്നത്താണ്. ഒന്നുമില്ലെങ്കിൽ ഒരു തക്കാളിപ്പെട്ടി എന്തെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നോട്ടേന്ന്, ആ ഒരു സുന്നത്താ. ആട്ടെ, അപ്പൊ അല്പം ഉയരമുള്ള സ്ഥലത്ത് വെച്ച് ആവൽ സുന്നത്താണ്. ഇനി മറ്റൊരു സുന്നത്ത്, വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലത്ത് മുന്നിട്ട് കൊണ്ടായിരിക്കലും സുന്നത്താണ്. ഇരുന്ന് ബാങ്ക് കൊടുത്താൽ ബാങ്ക് സഹിയാവും, സുന്നത്ത് നഷ്ടപ്പെടും. ഉദറില്ലാതെയാണെങ്കിൽ ഖറാത്താവും എന്ന് പറഞ്ഞു. എന്നതുപോലെ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ബാങ്ക് കൊടുക്കൽ സുന്നത്താ. ഒരാൾ ഖിബ്ലക്ക് മുന്നിടാതെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുച്ചാലോ ബാങ്ക് സഹിയാവും, ഉദറില്ലാതെയാണെങ്കിൽ കറാഹത്ത് വരും, എന്നാൽ ബാങ്ക് സഹിയാവും. അവക്കുരിയ തർക്കുഹു, ഖിബ്ലക്ക് മുന്നിടലിനെ ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടും, ബാങ്ക് സഹിയാവും. ഇനി വതഹ്വീലു വജ്ഹിഹി, മുഖത്തെ തിരിക്കലും സുന്നത്താക്കപ്പെടും. മുഖത്തേന്ന് പ്രത്യേകം തന്നെ പറയാൻ കാരണം എന്താ? ലസ്വദിരി, നെഞ്ഞു തിരിക്കൽ സുന്നത്തില്ല. കാരണം നെഞ്ഞു തിരിഞ്ഞാൽ ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. ആ കറാത്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കറാത്ത് വരാതെക്കും വേണം, അതോടുകൂടി തിരിയുന്ന സുന്നത്ത് കിട്ടും വേണം. അപ്പൊ എന്ത് ചെയ്യുക? നെഞ്ഞ് ഖിബ്ല കൊള്ള തന്നെ നിർത്തുക, എന്നിട്ട് മുഖം മാത്രം തിരിക്കുക. എന്നാ ഖിബ്ലയിലേക്ക് മുന്നിട്ട് ബാങ്ക് കൊടുക്കുക, നല്ല കൂലിയും കിട്ടും. തിരിഞ്ഞു നോക്കുക, തഹ്വീലു വജ്ഹി എന്ന് പറയുന്ന സുന്നത്ത് അതും കിട്ടും.
അതാണ് നെഞ്ഞു തിരിക്കാതെ മുഖം മാത്രം തിരിക്കുക. ഫീഹിമാ, രണ്ട് ഹയ്യാലകളിൽ. ഫീഹിമാന ബാങ്കിലും ഇഖാമത്തില് രണ്ടിലും സുന്നത്തുണ്ട്. ബാങ്കില് മാത്രമല്ല, ബാങ്ക് വിളിക്കുന്നത് പോലെ തന്നെ ഇഖാമത്ത് വിളിക്കുന്നതിലും സുന്നത്തുണ്ട്. മുഖം തിരിക്കൽ എങ്ങോട്ട് തിരിക്കുക? യമീനൻ, വലതു ഭാഗത്തേക്ക് തിരിക്കുക. എന്നാലും സഖാഫി ഉസ്താദ് ചോദിച്ചില്ലേ എങ്ങനെ തിരിക്കേണ്ടത്, അതാ പറയുന്നത്. വലതു ഭാഗത്തേക്ക് തിരിക്കുക. എങ്ങനെ തിരിക്കുക? മറത്തൻ, ഒരു വട്ടം തിരിക്കുക. എന്നാലും ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞിട്ട് ഹയ്യാല സ്വലാ അങ്ങനെ വേണ്ട. രണ്ട് ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം മുഖം തിരിച്ചാൽ മതി. അതാ യമീനൻ മറത്തൻ, ഒരു വട്ടം വലതു ഭാഗത്തേക്ക് മുഖം തിരിക്കുക, ഒറ്റട്ടം. എന്നിട്ടോ സുമേറുദ്ദ വജൂഹിൽ ഖിബ്ലത്തി, ഈ രണ്ട് അട്ടും കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഖിബ്ല കൊള്ളത്തന്നെ തിരിയ മുഖം. അപ്പൊ എന്താക്കുക? ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ തിരിയാൻ തുടങ്ങും. എന്നിട്ട് ആ തിരിഞ്ഞോടത്തുനിന്ന് ഹയ്യാല സ്വലാ എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഖിബ്ലന്റെ നേരെ തന്നെ പിന്നിടുക. എന്നിട്ട് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയാം. തുടങ്ങുമ്പം ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് തുടങ്ങാം. എന്നിട്ട് തിരിഞ്ഞതിന് ശേഷം ഹയ്യാലൽ ഫലാഹ് എന്ന് പറയാം. അപ്പൊ രണ്ടു വട്ടം ഹയ്യാല സ്വലാ പറയുമ്പോ ഒറ്റ പ്രാവശ്യം വലത് ഭാഗത്തേക്ക് മുഖം തിരിക്കുക. രണ്ടു വട്ടവും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഖിബ്ല കൊള്ളത്തന്നെ മുഖം തിരിക്കുക. എന്നിട്ട് ഖിബ്ലയുടെ നേരെ എന്നിട്ട് ഹയ്യാലൽ ഫലാഹി തുടങ്ങുക. എന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടു വട്ടം ഹയ്യാലൽ ഫലാഹ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഖിബ്ലയിലേക്ക് മുഖം തിരിക്കുക. അപ്പോ വലത്തോട്ട് ഒരു പ്രാവശ്യവും ഇടത്തോട്ട് ഒരു പ്രാവശ്യവും ആണ് രണ്ട് ഹയ്യാല സ്വലാത്തിനും കൂടി രണ്ട് ഹയ്യാലൽ ഫലാഹിനും കൂടി മുഖം തിരിക്കേണ്ടത്. ആവശ്യമാലൻ മറത്തൻ, ഒരു വട്ടം ഇടത്തോട്ട് തിരിക്കുക മുഖം. ഫി ഹയ്യാലൽ ഫലാഹി ഫിൽ മറത്തേനി, രണ്ടു വട്ടം ഹയ്യാലൽ ഫലാഹി എന്ന് പറയുന്നതിൽ ഒരു വട്ടം ഇടത്തോട്ട് മുഖം തിരിക്കുക. ആ രണ്ടും കറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മേറുന്നവജൂഹിൽ ഖിബ്ലത്തി. കണ്ടോ, രണ്ടാമത്തെ വട്ടവും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഖിബ്ലയിലേക്ക് മുഖം തിരിക്കേണ്ടത്. അപ്പോ ഹയ്യാല സ്വലാത്ത് പറയാൻ തുടങ്ങുമ്പോ വലത്തോട്ട് തിരിക്കാൻ തുടങ്ങുക. എന്നിട്ട് പിന്നെ വലതുഭാഷത്തേക്ക് തിരിഞ്ഞ് ഹയ്യാല സ്വലാ പറയുക. എന്നിട്ട് ഖിബ്ല കൊള്ള തിരിഞ്ഞിട്ട് ഖിബ്ലയിൽ നിന്നിട്ട് തുടങ്ങുക, ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുക ഹയ്യാലൽ ഫലാഹ്. എന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ ഹയ്യാലൽ ഫലാഹ് പറയുക. അത് രണ്ടും പറഞ്ഞതിന്റെ ശേഷം ഖിബ്ല കൊള്ളത്തന്നെ മുഖം തിരിക്കുക. ഇങ്ങനെയാണ് സുന്നത്ത്. ഇനി ഒരാളതിനെ മറിച്ച് രണ്ടട്ടും എന്താക്കുന്നു, സ്പീക്കർ കേൾക്കാൻ വേണ്ടിയിട്ട് ഖിബ്ല കൊള്ള തിരിഞ്ഞിട്ട് അവസാനം ഫലാഹ് സ്വലാഹ് എന്ന് പറയുമ്പോ മാത്രമേ തിരിയുന്നുള്ളെങ്കിലോ സുന്നത്തിന്റെ പൂർണ്ണ രൂപം കിട്ടൂല എന്ന് മാത്രം. മനസ്സിലായില്ലേ? പൂർണ്ണമായ സുന്നത്തിന്റെ രൂപമാണ് പറഞ്ഞത്. അതേസമയത്ത് ഈ കാമത്തിൽ ഓരോ വട്ടമുള്ളൂ. ആ ഓരോ വട്ടത്തിൽ തിരിക്കുക. ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഹയ്യാലൽ ഫലാഹി പറയുമ്പോൾ ഇടത്തോട്ടും തിരിക്കുക. ബാങ്കിൽ രണ്ടട്ടം പറയണം, ഇഖാമത്തിൽ ഓരോ വട്ടം പറയണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലൂലി അദാനിൽ ഖുതുബത്തി, രണ്ടാം ബാങ്ക് ഉണ്ടല്ലോ ജുമാന്റെ, ഒന്നാം ബാങ്ക് വഖ്തറിയിക്കാൻ വേണ്ടിയിട്ട് ഉറക്ക കൊടുത്തു. അതിന്റെ ശേഷം ഖത്തീബ് മെമ്പറിൽ കയറി സലാം പറഞ്ഞിരുന്നതിന് ശേഷം ബാങ്ക് കൊടുക്കണ്ടല്ലോ. അതിപ്പോ ഏകദേശം ആളുകളൊക്കെ അവിടെ ഉണ്ടാവൂലേ. എന്നാലും അവിടെയും ഇപ്പറഞ്ഞതുപോലെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും മുഖം തിരിക്കൽ സുന്നത്തുണ്ട്. മാത്രമല്ല ഔലിമൻ യുഅദ്ദിനു ലിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുകയാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അവനവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുകയാണെങ്കിലും ഹയ്യാല സ്വലാത്ത് പറയുമ്പോൾ വലത്തോട്ടും ഹയ്യാലൽ ഫലാഹ് പറയുമ്പോൾ ഇടത്തോട്ടും മുഖം തിരിക്കൽ സുന്നത്ത് തന്നെ. എന്നാ ഏല് സുന്നത്തില്ല. ചെറിയ കുഞ്ഞുമക്കളുടെ ചെവിട്ടിൽ ബാങ്ക് കൊടുക്കണമല്ലോ. വലത്തെ ചെവിട്ടിൽ ബാങ്കും ഇടത്തെ ചെവിട്ടിൽ ഇഖാമത്തും വിളിക്കുന്നിടത്ത് അവിടെ ഇടതുവശത്തോട്ടും വലതുവശത്തോട്ടും തിരിയൽ സുന്നത്തില്ല. മനസ്സിലായോ? അല്ലാത്ത
പൊട്ടിച്ചേറ്റാന്റെ ശല്യം ഉണ്ടാവുമ്പോ, തീപിടുത്തുണ്ടാവുമ്പം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഹയ്യറസ്വലായിലും ഹയ്യറൽ ഫലായിലും ഇടത്തോട്ടും വലത്തോട്ടും മുഖം തിരിക്കൽ സുന്നത്തുണ്ട്. കുട്ടികളുടെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് ഈ ബാങ്കിന്റെ പുണ്യ കെലിമത്തുകൾ കേൾക്കുന്ന ബറക്കത്ത് കിട്ടാനാണ്. അവിടെ ഇൽത്തിഫാത്ത് വേണ്ട. എന്നാൽ വലായൽതഫിത്തു, ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കണ്ട. ഫിത്തസ്വീബി, സുബി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗമി എന്ന് പറയുന്നിടത്ത് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിയൽ സുന്നത്തില്ല എന്നാണ് അലാ നിസാഇൻ ഫീഹി. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇമാമിയങ്ങൾക്കുണ്ട്. അതോടുകൂടി പ്രബലമായ മുഅ്തമദനുസരിച്ച് അസ്വലാത്തു ഖൈറും മിനൻ നൗമി എന്നതിൽ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിയേണ്ടതില്ല എന്ന് ഉണ്ടോ. നിസായിന് ഖിലാഫുണ്ട്, വേണമെന്നും വേണ്ടെന്നും. ആട്ടെ, മുഅ്തമദനുസരിച്ച് അസ്സലാത്തു ഖൈറു മിനൻ നൗമിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയേണ്ടതില്ല. ഹയ്യറസ്വലായിലും ഹയ്യറൽ ഫലായിലും വേണം. അത് ബാങ്കിലും വേണം, ഇഖാമത്തിലും വേണം. ആട്ടെ, ഇനി മറ്റൊരു കാര്യം, യുസന്നു സുന്നത്താക്കപ്പെടും റഫ്ഉ സൗതി ബിൽ അദാനി, ബാങ്ക് കൊണ്ട് ശബ്ദം ഉയർത്തൽ, ഉറക്ക ബാങ്ക് വിളിക്കുക. ആർക്ക് സുന്നത്താക്കപ്പെടും? ലിമുൻഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവന്. പണ്ട് നമ്മൾ പറഞ്ഞു ബാങ്കിന്റെ സുന്നത്ത് കിട്ടാൻ ഷർത്ത് ജമാഅത്തിനാണെങ്കിൽ ഒരാളെങ്കിലും കേൾക്കണം, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവനാന്റെ സ്വന്തം ശരീരം കേൾക്കണം എന്ന് പറഞ്ഞ ഷർത്ത. ഇവിടെ ഷർത്തല്ല പറയുന്നത്, സുന്നത്ത. അത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ശബ്ദം ഉയർത്തുക. എത്ര ശബ്ദം ഉയർത്തുക? ഫൗക മാ യുസ്മിഉ നഫ്സഹു, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ ആവശ്യമായ ശബ്ദത്തിന്റെ മേലെ ശബ്ദം ഉയർത്തുക. പള്ളിക്കർക്ക് പോയി കാണ്ട് സ്പീക്കർ സ്വിച്ചിട്ട് വാങ്ങൊന്നും കൊടുക്കണ്ട. ടാലൂര് ഒച്ച ഉയർത്തൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ജമാഅത്തിന് പള്ളിക്കൽ എത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എത്തി. ഞാൻ ഒറ്റക്ക് സ്കരിക്കുമ്പോൾ ബാങ്കിന്റെ ഒച്ച ഉയർത്തൽ സുന്നത്തുണ്ട് പറഞ്ഞാൽ സ്പീക്കർ സ്വിച്ചിട്ട് വാങ്ങി കൊടുത്താൽ വേണ്ട കച്ചറാവും. അങ്ങനെ വേണ്ട. മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ആക്കാത്ത നിലക്ക് ശബ്ദം ഉയർത്തുക. ഒറ്റക്കൊരു ഒഴിഞ്ഞ ഏതോ ഒരു മൈതാനിയിലോ കാട്ടിലോ മരമ്മലോ ഓൻ എന്തോ ജോലി ചെയ്യുന്നതിന്റെ ഇടക്കാണെങ്കിൽ ഉറക്കം കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് സാധാരണ പള്ളിയിലാവുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ പറയുന്നുണ്ട്, വലിമഞ്ഞു അല്ലിനു ലി ജമാഅത്തിൻ, ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നവൻ ശബ്ദം ഉയർത്തൽ സുന്നത്തുണ്ട്. എത്ര ഫൗഖമായി വാഹിദൻ മിൻഹും, ആ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളെ കേൾപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിൽ. എന്താ ഒരാളെ കേൾപ്പിക്കുക എന്നറിയണത്? പണ്ട് നമ്മൾ പറഞ്ഞത് ഷർത്താണ്. ജമാഅത്തിന് കൊടുക്കുകയാണെങ്കിൽ ഒരാളെങ്കിലും കേൾപ്പിക്കൽ ഷർത്താണ്. സ്വന്തത്തിന് കൊടുക്കുകയാണെങ്കിൽ അവനാന്റെ ശരീരം കേൾപ്പിക്കൽ ഷർത്ത. ഈ ഷർത്തായ ശബ്ദത്തെക്കാൾ കൂടുതൽ ഒറ്റക്ക് സ്കരിക്കുന്നവൻ മറ്റുള്ളവർക്ക് കൂടി കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറക്ക ബാങ്ക് വിളിക്കുക. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്നവൻ ഒരാൾ കേൾക്കാനല്ല മുഴുവൻ ആളുകളും കേൾക്കാൻ തക്കത്തേക്ക് നല്ല ഉറക്കം കൊടുക്കുക. അത് രണ്ടും സുന്നത്ത. മാത്രമല്ല യുബാലിഗ കുല്ലുൻ, ബാങ്ക് കൊടുക്കുന്നവരൊക്കെ ഒറ്റക്കാണെങ്കിലും ജമാഅത്തിന് വേണ്ടിയാണെങ്കിലും ഫി ജഹിരിൻ ബിഹി, ബാങ്ക് കൊണ്ട് ജഹറാക്കുന്നതിൽ മുബാലഗത്ത് ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ട്, ശരീരത്തിന് ബുദ്ധിമുട്ട്, കൊല്ലി ചങ്ക് വേദനയായി കൂറ്റടക്കാൻ മാത്രം ശബ്ദമില്ലാതെ ശരീരത്തെ വിഷമത്തിലാക്കാത്ത നിലക്ക് കഴിയുന്നത്ര ശബ്ദത്തിൽ ഉറക്കെ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ടിൽ അംജിബിഹി, ജഹ്റാക്കി കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് സുന്നത്തായിട്ട്. കാരണം എന്താ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എത്ര കണ്ട് ശബ്ദം ഉയർത്തുന്നോ ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തുള്ള എല്ലാ വസ്തുക്കളും അവൻ അനുകൂലമായി എന്താക്കും? സാക്ഷി നിൽക്കും. അത് ഒറ്റയ്ക്ക് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇങ്ങനെ കാട്ടിലും മലമലും ആടിനെ മേച്ച് നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഏതായാലും നോക്കുക, ബാങ്കിന്റെ ഭാഗം പൂർത്തിയാക്കണം എന്ന ഉദ്ദേശവസാണ്. കുറച്ച് വെള്ളുഞ്ഞു ബാക്കി ഓതാം. അതുവരെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഇതിവിടെ DC ആയിട്ട് അടയാളം കാണിച്ചത്. ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നവനാണെങ്കിലും അല്ല ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നവനാണെങ്കിലും രണ്ടായാലും നല്ലോണം മുബാലഗത്ത് ചെയ്ത് ശബ്ദം ഉയർത്ത അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിന് ആട് മേക്കാൻ പോകുന്ന ഒരു സ്വഹാബിയോട് കാട്ടിലും മലയിലും വെച്ച് ആട് മേക്കുന്നതിന്റെ ഇടയിൽ നിസ്കരിക്കാനായാൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഉറക്ക ബാങ്ക് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആട്ടെ, എന്നാൽ ബാങ്ക് കൊണ്ട് ശബ്ദം താഴ്ത്തൽ സുന്നത്താക്കപ്പെടും. എവിടെ? ഫീ മുസല്ലൻ, ഒരു മുസല്ലയിൽ, അത് പള്ളിയായാലും വേണ്ടിര, പള്ളി പോലെ ആളുകൾ ഒരുമിച്ച് കൂടി ജമാഅത്ത് സംഘടിപ്പിക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, അതിനാണ് മുസല്ല എന്ന് പറഞ്ഞത്. അത് രണ്ടും പെടാൻ വേണ്ടി. എങ്ങനത്തെ മുസല്ല? ഉഖീമത്ത് ഫീഹി ജമാഅത്തുൻ, അവിടത്തിൽ ഒരു ജമാഅത്ത് നടത്തപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം 100 കൊടുത്ത് ജമാഅത്ത് കഴിഞ്ഞ് വൻസറഫു, ഒരു പള്ളിക്കെന്ന് പോയും ചെയ്ത്. വേറെ ചിലർ പറയുന്നു പോവുക എന്നത് ഷർത്തില്ലാന്ന, ഏതായാലും അവിടെ പോയാൽ ഏതായാലും പെട്ട്. അങ്ങനെ രണ്ടാമത് അവിടെ ജമാഅത്തിന് വേണ്ടിയിട്ടോ ഒറ്റ നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ ബാങ്ക് കൊടുക്കുമ്പം ശബ്ദം ഉയർത്തരുത്, സുന്നത്തില്ല. ശബ്ദം ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. കാരണം നേരത്തെ നിസ്കരിച്ച് പോയവർക്ക് തശ്വീഷ് വരും, ഇഷ്കാല് വരും. എന്താ, രണ്ടാമത് വേറെ നിസ്കാരത്തിന് സമയമായോ അങ്ങനെ സംശയിക്കാം. അതല്ലെങ്കിൽ നേരത്തെ ബാങ്ക് ശരിയായിട്ടില്ല, എന്തോ തെറ്റുപറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമത് കൊടുക്കുകയാണോ എന്നൊക്കെ സംശയിക്കാൻ ഇടവരുന്ന തരത്തിൽ ഒരു ജമാഅത്ത് കഴിഞ്ഞ ആള് പിരിഞ്ഞാൽ രണ്ടാമത് അവിടെ ജമാഅത്തിന് വേണ്ടിയോ ഒറ്റ നിസ്കരിക്കാൻ വേണ്ടിയോ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അവിടെ ശബ്ദം ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. ഓക്കെ. ഇനി ബാങ്കിനെ തെർത്തീലാക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ സാവകാശം പറയാം. ഖുർആനൊക്കെ പറഞ്ഞു ഉറത്തിലുൽ ഖുർആന തെർത്തീലാൻ, ആ പറഞ്ഞ തെർത്തീല്. ബാങ്കിനെ സാവകാശം പറയൽ സുന്നത്താണ്. തിരക്കൂട്ടാതെ ധൃതി കൂട്ടാതെ സാവകാശം നീട്ടിച്ചൊല്ല. ഇദ്റാജുൽ ഇഖാമത്തി, ഇഖാമത്തിനെ ഇദ്റാജ് ചെയ്യാന്ന് പറഞ്ഞാൽ തെർത്തീലിന്റെ നേരെ മാറ്റം, അഥവാ വേഗം കുറച്ചില്ല എന്ന് പറഞ്ഞാൽ പച്ച അങ്ങനെയാക്കും വേണ്ട. ബാങ്ക് കൊടുത്തേക്ക് അങ്ങനെ നീട്ടണ്ടാന്ന്, രണ്ടും ആപേക്ഷികമാ. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുത്തതുപോലെ അത്ര തന്നെ നീട്ടണ്ട ഇഖാമത്തിന്. കാരണം ബാങ്ക് നാട്ടിൽ പല ഷോലുമായി ബന്ധപ്പെട്ടവരും പല സ്ഥലത്തുള്ളവരുമായ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലോ ബാങ്ക്. അതിന് സൗകര്യം സാവകാശം നീട്ടിക്കൊടുക്കുന്നതാണ്. എന്നാൽ ഇഖാമത്ത് അങ്ങനെയല്ല. ഒക്കെ എത്തിയ ആളുകൾ സുന്നത്ത് സ്കരിച്ചുകൊണ്ട് ഇരിക്കുന്നവരും സുന്നത്ത് സ്കരിച്ച് കഴിഞ്ഞ് വല്ല ഖുർആൻ ഓതിയോ തസ്ബീഹ് ചൊല്ലിയോ ഒക്കെ ഇരിക്കുന്നവരും അവരെ നിസ്കാരത്തിലേക്കൊന്ന് ഉണർത്തുക എന്ന ഉദ്ദേശമായതുകൊണ്ട് ബാങ്ക് പോലെ നീട്ടേണ്ടതില്ല. ഇനി അതുപോലെ തന്നെ സുന്നത്ത് തക്ബീരിൽ ഊല, ഡബിളായിട്ടാണല്ലോ തക്ബീർ പറയാ. അപ്പൊ അതിലുള്ള ഒന്നാമത്തെ തക്ബീറിന്റെ റായിന് സുക്കൂൻ ചെയ്യൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ പറയലാണ് ഏറ്റവും അഫ്ളലായത്. അപ്പൊ ചെറിയൊരു സക്കത്ത വരിക, ഒരു വഖഫാക്കിക്കൊള്ളുന്നില്ല, ഒരു സക്കത്ത വന്നാ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ. ഫൈലം യഫ്അൽ, ഇനി അങ്ങനെ സുക്കൂൻ ചെയ്യുന്നില്ലെങ്കിലോ എന്നാ പിന്നെ ഫല്ലഫ്സഹു, പിന്നെ ഏറ്റവും ഉത്തമം നല്ലത് അവ്വമ്മു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയലാം. എന്നാൽ അല്ലാഹു അക്ബർ അധികാളുകളും അങ്ങനെ പറയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് തെറ്റാണ് എന്ന് വരെ പറഞ്ഞ ഇമാമിയങ്ങൾ ഉണ്ട്.
എന്നാൽ തെറ്റല്ല, അഫ്സഹായ ലോത്ത് ലൊമ്മാണ്. ഫത്ഹാവുമ്പോ എങ്ങനെയാണ്? ഫത്ഹാവുമ്പോ അതിന്റെ നിയമം അല്ലാഹു അക്ബർ എന്ന് സുക്കൂൻ ചെയ്യേണ്ടടുത്ത് പിന്നെ 2 സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനൈനി വരുമ്പോ ഖിഫത്തിന് വേണ്ടിയിട്ട് റാഇന് ഫത്ഹ് കൊടുത്തതാണ് എന്ന്. അതല്ലെങ്കിൽ ബാഇന്റെ ഹർക്കത്താവുന്ന ഫത്ഹ് മുസാഹബത്ത് കൊണ്ട് റായിലേക്ക് നീങ്ങിയതാണ്. അങ്ങനെ അക്ബറ പറയാം, പക്ഷേ ഉത്തമമായതല്ല. ഉത്തമമായത് സുക്കൂനാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ വമ്മാണ്. അതിൽ ഏറ്റവും വൈഫായതാണ് കസർ. രണ്ടാമത്തെ അല്ല, രണ്ടാമത്തോടത്തെ തർക്കമില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ രണ്ടാമത്തോടത്ത് സുക്കൂനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നാമത്തോടത്ത് സുക്കൂൻ തന്നെയാണ് വേണ്ടത്. എന്നാൽ ഒന്നും ചെയ്യാം. ഇനി ലൈഫായിട്ടാണെങ്കിലും ഫത്ഹും ചെയ്യാം. ഒന്നാമത്തോടത്ത്. രണ്ടാമത്തോടത്ത് പിന്നെ സുക്കൂനാണ്, പിന്നെ തർക്കമല്ലല്ലോ. പിന്നെ വഇദ്ഗാമു ദാലി മുഹമ്മദിൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മുഹമ്മദ് എന്ന പരിശുദ്ധമായ ഹബീബിന്റെ ഇസ്മിലുള്ള ദാലിനെ ഇദ്ഗാം ചെയ്യലും സുന്നത്താണ്. ഫീ റാഇ റസൂലില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദൻ എന്ന തൻവീൻ വെളിവാകാതെ ഉന്നത്ത് ചെയ്യാതെ റായിൽ ഇദ്ഗാം ചെയ്തു പറയുക. തജ്വീദിന്റെ നിയമപ്രകാരം അങ്ങനെയാണല്ലോ. തൻവീനിന്റെയും നൂനിന്റെയും ശേഷം ലാമോ റാവോ വന്നാൽ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം എന്നതുപോലെ മുഹമ്മദൻ എന്നോർത്ത് തൻവീൻ ഉച്ചരിക്കാതെ ഫത്ഹ് മാത്രം ഉച്ചരിച്ചിട്ട് ആ തൻവീനെ റായിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത മുഹമ്മദർ റസൂലുള്ളാഹ്. അത് സുന്നത്താന്ന് പറയാൻ കാരണം എന്താ? അന്നതർക്കഹു, ഈ ഇദ്ഗാമിനെ ഉപേക്ഷിക്കൽ മിനൽ ലഹ്നിൽ ഖഫീ, ലഹ്ന് ഖഫിയാണ്, അതുകൊണ്ട് അത് കറാഹത്താണ്. ഇദ്ഗാം ബിലാ ഉന്നത്തിന്റെ സ്ഥലങ്ങളിൽ പെട്ടതാണത്. പക്ഷേ ലഹ്ന് ഖഫിയാണ് എന്നതുകൊണ്ട് ബാങ്ക് സഹിയാവും, പക്ഷേ സുന്നത്ത് പോകും. അത്തഹിയ്യാത്തിന്റെ അവിടെ എങ്ങനെയല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അത്തഹിയ്യാത്തിന്റെ അവിടെ അത് ഷർത്താണ്. അവിടെ എങ്ങാനും പയച്ചാൽ അത്തഹിയ്യാത്തിന്റെ സഹിയാവില്ല. ഇത് അത്തഹിയ്യാത്തിന് ഷഹാദത്തിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവിടെ ഇദ്ഗാം ചെയ്താൽ ഒരു ഹർഫ് പോകുന്ന, ഒരു ഹർഫ് പോയാൽ അത്തഹിയ്യാത്ത് സഹിയാവൂല. ഇവിടെ ബാങ്കിൽ അതില്ല. ഇവിടെ ഇദ്ഗാം ചെയ്യൽ സുന്നത്താണ്. ഇദ്ഗാം ചെയ്തിട്ടില്ലെങ്കിൽ സഹിയാവും, സംഗതി കറാഹത്താണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വയംബഗി, വളരെ അത്യാവശ്യമാണ്, അൻനുത്ഖു ബിഹാഇസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ് എന്നതിലെ ഹാ ഉച്ചരിക്കണം. എന്നാ ചില പാവം പൊട്ടന്മാര് എങ്ങനെ പറയാ ഹയ്യ അലസ് സ്വലാത്ത്? ആരൂര് കേട്ടത്? കല്ല് മുക്കും പോലെ തീന്ന് അറിയില്ല, മനസ്സിലായില്ലേ? ബലൂൺ പൊട്ടും പോലെ അത് പറയാൻ പാടില്ല. ഹാ സുക്കൂനുള്ള ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹയ്യ അലസ് സ്വലാഹ്. അതേസമയത്ത് സ്വലാ എന്ന് മാത്രം പറഞ്ഞാലോ ഭയങ്കര കുറ്റാവുന്ന. സ്വലാ സ്വലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കുക എന്നാ, തിരി വെച്ച് ചൂടാക്കി, അതിനാണ് സ്വലാ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അത് ഹറാം തന്നെയാവും, മയനെ മാറും. ചെലോല് സലാ സലാ പറയാ, മനസ്സിലായില്ലേ? സ്വലല്ല, സ്വലാ ഹാ ആയിട്ട് ഉച്ചരിക്കുക. അതെന്താ? ഹാ താ, രണ്ടി ആദ്യ താല്ലേ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാ പറയുന്നത് കേട്ടോ, തജ്വീദ് കേൾക്കുന്നവർക്ക് അറിയാം. ബാവിന്റെ മോളെ പുള്ളിട്ടതിന് ബാത്താഗ് അറിയും. അതേ സമയത്ത് ഹായിന്റെ മോളിൽ പുള്ളിട്ടതിന് ഹാത്താഗ് എന്നും പറയും. ഇതിപ്പോ ഹാത്താണ്. ഈ ഹാത്താവിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ കൂട്ടിച്ചിരിക്കുന്ന സമയത്ത് താവിന്റെ ശബ്ദം ഉണ്ടാവും, വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാവിന്റെ ശബ്ദം ഉണ്ടാകുക. അപ്പം ഹയ്യ അലസ് സ്വലാഹ് എന്നത് വഖഫ് ചെയ്യാണ്. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഹാന്റെ ശബ്ദമാണ് ഉണ്ടാകേണ്ടത്. ഹയ്യ അലസ് സ്വലാഹ്. ഹാ ഇല്ലാതെ പറഞ്ഞാൽ ബാങ്ക് പറഞ്ഞാൽ കാരണം എന്താ? അർത്ഥം തന്നെ മാറുകയാണ്. അർത്ഥം മാറുന്ന ലഹ്ന് വന്നു കഴിഞ്ഞാൽ
കെലിമത്ത് സഹിയാകാതെ വരും. ഇനി പറ വയുക്റഹാനി ബാങ്കും ഇഖാമത്തും കറാഹത്താക്കപ്പെടും മിൻ മുഹ്ദിസിൻ അശുദ്ധിക്കാരനിൽ നിന്നിട്ടും എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിക്കാരനും കറാഹത്താണ്, വലിയ ശുദ്ധിക്കാരന് വലിയ കറാഹത്താണ്. പണ്ട് പറഞ്ഞു നമ്മളെ ബഹുമാനപ്പെട്ട ഖണ്യത്ത് ഉസ്താദ് അശദ് കറാഹത്ത് പറഞ്ഞ് എന്നതുപോലെ അശദ് കറാഹത്താണ് വലിയ ശുദ്ധിക്കാരൻ. ചെറിയ ശുദ്ധിക്കാരൻ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ, ബാങ്ക് കൊടുക്കൽ കറാഹത്ത്, ഇഖാമത്ത് കൊടുക്കൽ അശദ് കറാഹത്ത്. ജനാബത്തുകാരൻ ബാങ്ക് കൊടുക്കല് അശദ് കറാഹത്ത്, ജനാബത്തുകാരൻ ഇഖാമത്ത് കൊടുക്കല് അശദ്ദുൽ അശദ് കറാഹത്ത്. ഏതായാലും ഹറാമാവൂല, കറാഹത്തിന് കടുപ്പം കൂടുന്നുള്ളൂ. അതുപോലെ തന്നെ സ്വബിയ് കുട്ടികൾ ബാങ്ക് കൊടുക്കല് കറാഹത്താണ്. എന്നാൽ തമ്മീസുള്ള കുട്ടിയാണ്, വക്ത് നോക്കി അറിയുന്ന ഒരു വലിയ മുക്കല്ലഫായ മനുഷ്യൻ സമയമായെന്ന് പറഞ്ഞിട്ട് കുട്ടിനോട് കൊടുപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കുട്ടിനെ എത്തിമാത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് സമയം നോക്കിച്ച് സമയമാകുമ്പോ ബാങ്ക് കൊടുത്തോളുണ്ടെന്ന് ഏൽപ്പിക്കാൻ പറ്റൂല. അത് കറാത്ത. എന്നാ ചിലപ്പോ ചില ഉസ്താദ് മല്ലാമാരുണ്ട്. ഉസ്താദ് മല്ലാമാര് പള്ളിക്കല് മൊല്ലാക്കിയാണ്, മദ്രസയിൽ ഉസ്താദുമാണ്. അപ്പോ മഗ്രിബ് ബാങ്ക് ഉസ്താദ് കൊടുത്ത്, ഇശാ ബാങ്ക് അപ്പൊ ക്ലാസ് നടന്നു കൊടുക്കുന്ന സമീകാരം. അപ്പോ മഹമൂദെ പോയി ബാങ്ക് കൊടുത്താറ്. ആചാരെ പറ്റിയല്ല പറയുന്നുണ്ടോ, കുട്ടികളെ പറ്റിയേ. അപ്പോ അല്ലെങ്കിൽ മറ്റവനെ വിളിച്ചാണ് തോഹ ഇജ്ജ് പോയി ബാങ്ക് കൊടുത്താന്ന്. എന്ത് തോഹ വന്നിട്ട് ബാങ്ക് കൊടുക്ക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്താ പറയുന്നതിന് ആചാര്യൊന്നും പറ്റൂല. ശരിക്ക് നിയമപ്രകാരം ബാങ്ക് കൊടുക്കാനൊക്കെ അറിയുന്ന ഒരു കുട്ടി സമയമായി എന്ന് ഉസ്താദ് പറഞ്ഞിട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ബാങ്കിന് കുട്ടിനെ ഏൽപ്പിക്കാൻ പറ്റൂല. ഫാസിഖും അങ്ങനെ തന്നെ. ഫാസിഖിന് ഓനെന്ത് മേപ്പരില്ലാത്തവനെന്ത് തീപ്പേടിയാണ്. ഓമാണെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ ഓനെ വിശ്വസിക്കാൻ പറ്റൂല. ഓന് തോന്നുമ്പോൾ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് അതും കറാഹത്താണ്. അതൊക്കെ ഓര് സ്വന്തം വക കൊടുക്കുകയാണെങ്കിൽ, ഏത് ഈ കുട്ടി ഈ ഫാസിഖ് ഓർക്ക് സ്വന്തം കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ കറാഹത്ത് എന്ന് പറയുന്നത്. എന്നാൽ വലായസ്ഹു നസ്ബുഹു ഇപ്പറയുന്ന ഫാസിഖ് പോലത്തവരെ മുഅദ്ദിനായി നിയമിക്കൽ സഹീഹ് തന്നെയല്ല. മുഅദ്ദിനായി നിയമിക്കാൻ കുട്ടിനെയും പറ്റൂല, അതുപോലെ തന്നെ മുഅദ്ദിനായി നിയമിക്കാൻ ഫാസിഖിനെയും പറ്റൂല. എന്നാൽ അവർ സ്വന്തം കൊടുക്കുകയാണെങ്കിലോ ബാങ്ക് സഹിയാവും. പക്ഷെ എന്ത് പറ്റൂല, കറാഹത്തുണ്ട്. ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാര് ഒരാളെ എന്താക്കുന്നു, മുഅദ്ദിനായി നിയമിക്കുന്നു എങ്കിൽ അയാള് വിശ്വസ്തനായിരിക്കണം. അത് ഇനി വേറൊരു മസാലയെ പറയുന്നത് എന്താ, വഹുമാ ബാങ്കും ഇഖാമത്തും വിളിക്കൽ അഫ്ളലു മിനൽ ഇമാമത്തി ഇമാമത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും അഫ്ളലാവുന്നു. അത് ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസല കേട്ടോ. അതിനിപ്പോ നമ്മള് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയതനുസരിച്ച് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം പറയുന്നത് ബാങ്കും ഇഖാമത്തും കൊടുക്കലും ഇമാമത്ത് എടുക്കലും തമ്മിൽ നോക്കുമ്പോ അഫ്ളൽ ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ്. എന്താ അതിന്റെ കാരണോ, ലിഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമൻ അഹ്സനു ഏറ്റവും നല്ലവൻ ആരാണ്, ഖൗലൻ വാക്കാൽ ഏറ്റവും നല്ലവൻ ആരാണ്, മിമ്മൻ ഒരാളുടെ ഖൗലിനേക്കാൾ എന്താണോ അവന് ചെയ്യുന്നത്, ദാ ഇലല്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുന്നവനെക്കാട്ടിലും ഖൈറായ വാക്ക് പറയുന്നവൻ ആരുണ്ട്. അത് ഒരു ആമാണ്. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അംബിയ മുർസലീങ്ങളാണ് ഏറ്റവും വലിയ ദായികൾ. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും അഫ്ളലായവര്. അവര് കഴിഞ്ഞാൽ പിന്നെ ദീനിന്റെ വിധിവിലക്കുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉലമാക്കന്മാരാണ്. അതിന്റെ തൊട്ടടുത്ത സ്ഥാനത്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകൾ. നമ്മളെ വഹാബികളല്ലട്ടാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവര്.
അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് ബാങ്ക് വിളിക്കുന്നവർക്ക്. ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ചില ആളുകൾ പറയാണ് നമ്മളെ സുന്നികൾ ഈ ദഅവത്ത് പ്രവർത്തനത്തിന് പിന്നിലാണ്. റബ്ബേ, മദ്രസ പഠിപ്പിക്കൽ അള്ളാന്റെ അമ്പിയാക്കന്മാരെ പണി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ ദഅവത്താ. അപ്പൊ നമ്മൾ തന്നെയല്ലേ ചെയ്യണത്? ആണ്. പള്ളിക്കുന്ന് ബാങ്ക് കൊടുക്കൽ അതിന്റെ അടുത്തുള്ള സുന്നത്താ, അല്ല ദഅവത്താ. അത് നമ്മൾ ചെയ്യുന്നില്ലേ? 5 വക്തിനും എല്ലാ പള്ളിക്കൊന്നും ചെയ്യുന്നുണ്ട്. അത് ദഅവത്ത് തന്നെയാണ്. ദഅവത്ത് ചെയ്യുന്നില്ല എന്ന് പറയാൻ പാടില്ല. ഈ ആയത്തിന് ബാങ്ക് കൊടുക്കുന്നവർ പെടുന്ന ആര് പറഞ്ഞു? കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, ഹും, ഇവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്നവർ എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുഅദ്ദിനൂന, ബാങ്ക് വിളിക്കുന്നവരാണ്. വമൻ അഹ്സനു ഖൗലൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരും പെടുമെന്ന്. അത്രയും അതിന്റെ അർത്ഥം. അവരാണെന്ന് പറഞ്ഞാൽ അവര് മാത്രമാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്ന എല്ലാവരും പെട്ട് ആ കൂട്ടത്തിൽ പെട്ടവരാണ് ആര്? മുഅദ്ദിനീങ്ങൾ എന്നർത്ഥം വെക്കണമല്ല. നമ്മളീ പറഞ്ഞ അതൊക്കെ തെറ്റാന്ന് വരൂല. ആയിഷ റളിയല്ലാഹു തആല അത് തിരിയിലാണ്, ഒരിക്കലുമല്ല. അവരും പെടുമെന്ന്. ഈ ബാങ്ക് വിളിക്കുന്നവരും ഏതിൽ പെട്ടു? ഈ പറയുന്ന വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന് പറഞ്ഞവരിൽ പെടും എന്ന് മതിയായിരിക്കുന്നു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാം കൗല് മുഅ്തമദ് അനുസരിച്ച് ബാങ്കും ഇഖാമത്തുമാണ് ഇമാമത്തിനെക്കാട്ടിലും അഫ്ളല്. ഖീലണ്ട് ഹിയ, അല്ല ഈ ഇമാമത്താണ് അഫ്ളലു മിൻഹുമാ, ബാങ്ക് ഇഖാമത്തിനെക്കാട്ടിലും അഫ്ളലായത്. അതിന്റെ കാരണം എന്താ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ബാങ്ക് കൊടുത്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അല്ല, ഒരിക്കൽ ഒരു യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഏതായാലും അവിടെ നിന്ന് വഫാത്ത് വരെ ജമാഅത്തിന് ഇമാമെന്ന് കാണാൻ നിസ്കരിച്ച്. അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകൾ ആരും ബാങ്ക് വിളിച്ചതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. അവരൊക്കെ വഫാത്ത് വരെ ഇമാമത്താണെന്നത്. അപ്പൊ അഫ്ളലായത് ഒഴിവാക്കിയിട്ട് ഫളീലത്ത് കുറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദുകളും പതിവാക്കിയത് എന്ന് പറയാൻ പ്രയാസം. അതുകൊണ്ട് ഇമാമത്താണ് അഫ്ളല്. ഇങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ ന്യായമുണ്ട്. രണ്ടും വലിയ പ്രധാനപ്പെട്ടത് തന്നെ ആട്ടെ. എന്നാലും ഫളീലത്ത് ഈ ഇമാമത്തിന് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു മിൻ അഹദിഹിമാ, രണ്ടാൾ ഒന്നിനെക്കാട്ടിലും. ആദ്യം പറഞ്ഞ ബാങ്കും ഇഖാമത്തും രണ്ടും കൂടി ഒരാൾ കൊടുക്കുക, ഒരാൾ ഇമാം വെക്കുക. എന്നാ ഈ ബാങ്കും ഇഖാമത്തും കൊടുത്തതാണ് ഇമാമത്തിനെക്കാട്ടിലും ഖൈറ്. ഇനി ഒരാൾ ബാങ്ക് മാത്രം കൊടുക്കുന്നു, വേറൊരാൾ ഇമാം വെക്കുന്നു, എന്നാ അവിടെ ഇമാമത്ത് തന്നെയാണ് മുന്തിയത്. അല്ലെങ്കിൽ ഒരാൾ ഇഖാമത്ത് മാത്രം കൊടുക്കുന്നു, ഒരാൾ ഇമാം വെക്കുന്നു, അവിടെ ഇമാമത്ത് തന്നെയാണ് മുന്തിയത്. ബിലാ നിസായിൻ എന്ന് പറയുന്നു. എങ്ങനെ ശരിക്കും അവിടെ വേണ്ടത് മാ നിസായിൻ തന്നെ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലും ഉണ്ട്. ആട്ടെ, ബാങ്കും ഇഖാമത്തും കേട്ടാലോ? ഒരു പാടുണ്ടോ? ഇത് പറഞ്ഞ് തീരുന്ന അല്ലല്ലോ. സമയങ്ങത്തിനല്ലോ അല്ലൂല്ലേ? കുറച്ചുകൂടി നോക്കിയതായാലും വസുന്നലി സാമിഅഹിമാ, ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർക്ക് സുന്നത്താക്കപ്പെടും. എങ്ങനെ കേൾക്കണം? സമാഅൻ യുമയ്യിസുൽ ഹുറൂഫ, ബാങ്കിന്റെ അതുപോലെ തന്നെ ഇഖാമത്തിന്റെ ഹറഫുകൾ വെളിവാകുന്ന നിലക്ക് കേൾക്കുന്ന ആൾക്ക്. എല്ലാം തെളിഞ്ഞോളണമെന്നില്ല, ഏതെങ്കിലും ഒരു കലിമത്തിന്റെങ്കിലും, ബാങ്കിന്റെ കലിമത്തുകളിൽപ്പെട്ട ഒരു കലിമത്തെങ്കിലും, ഇഖാമത്തിന്റെ കലിമത്തുകളിൽപ്പെട്ട ഒരു കലിമത്തെങ്കിലും ഹറഫ് വ്യക്തമായി കേട്ടവർക്ക് സഹാനമില്ല. ആവശ്യം പ്രസംഗാണ് നിർത്തിയ പിന്നെ ആള് ആ ഒച്ച കേട്ടത് കൊണ്ടിട്ട് പരിഗണിക്കപ്പെടൂല. അതിന് ഇജാബത്ത് ചെയ്യേണ്ടതില്ല, ഇൻസാത്തും ചെയ്യേണ്ടതില്ല. ഹറഫ് വെളിവായി കേൾക്കണം. അത് മുഴുവനായി കേട്ടോളന്നല്ല പറയണത്. തുടക്കം മുതൽ തുടങ്ങിയിട്ട് അവസാനിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കലിമത്തെങ്കിലും ഹറഫുകൾ വ്യക്തമായി കേട്ടെങ്കിലേ ഇജാബത്ത് സുന്നത്തുള്ളൂ. ഇജാബത്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്. കമാക്കാല ഷെയ്ഖുന നബി തങ്ങൾ പറഞ്ഞത് കലിമത്തുകൾ വ്യക്തമായി ഒരു കലിമത്തെങ്കിലും കേൾക്കണം,
എങ്കിലേ ഇജാബത്ത് വേണ്ടു. തീരെ ഹർഫുകൾ വ്യക്തമല്ലാതെ ഒച്ച മാത്രം കേൾക്കുന്നുള്ളൂ എങ്കിൽ അവിടെ പരിഗണന ഇല്ല എന്ന്. ഏതായാലും കേട്ടവർക്ക് എന്താ സുന്നത്ത് യഖൂല, കേട്ടവർ പറയാ വലോ ഗൈറ മുതവദ്ദിഇൻ, അവിടെ വുദു ഇല്ലാത്തവരാണെങ്കിലും ശരി. ബാങ്ക് കൊടുക്കൽ വുദു ഇല്ലാത്തവന് കറാഹത്താന്ന് പറഞ്ഞു. എന്നാൽ ഇജാബത്ത് ചെയ്യൽ വുദു ഇല്ലാത്തവന് കറാഹത്തില്ല. ഔ ജുനുബൻ, അല്ലെങ്കിൽ ജനാബത്തുള്ളവനാണെങ്കിലും തർക്കടില്ല. ഔ ഹൈളൻ, അല്ലെങ്കിൽ ഹൈളോ നിഫാസോ ഉള്ളവരാണെങ്കിലും തർക്കടില്ല. എന്നാൽ ഖിലാഫൻ ലിസുബ്കി, ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവർക്ക് ആ വിഷയത്തിൽ ഖിലാഫുണ്ട്. ഇവിടെ ഫീഹിമ, ജനാബത്തുകാരെ കുറിച്ചും ഹൈലുകാരെ കുറിച്ചും. ജനാബത്തും ഹൈലും ഉള്ളവർക്ക് അത് സുന്നത്തൊന്നുമില്ല എന്നാണ് ആര് പറയുന്നത്? സുബ്കി ഇമാം, വലിയ സുബ്കി ഇമാം. എന്നാൽ മകൻ സുബ്കി ഇമാം പറയുന്നത് ജനാബത്ത് തന്നെ സുന്നത്തില്ല, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് സുന്നത്തുണ്ട്. കാരണം ജനാബത്തുള്ളവന് കുളിച്ചെന്ന് പറയല്ലോ, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് അത് കഴിയൂലല്ലോ, അത് നിൽക്കുന്ന വേണ്ടേ, അത് ഓല പണിയല്ലല്ലോ. അതുകൊണ്ട് ഏതായാലും രണ്ടും മൊത്തമല്ല, ജനാബത്തുള്ളവർക്കും ഹൈദ് നിഫാസ് ഉള്ളവർക്കും വുദു ഇല്ലാത്തവർക്കും ഒക്കെ സുന്നത്തുണ്ട്. അത് ഓർക്ക് കൊടുക്കൽ കറാത്താന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഇജാബത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. മുസ്തഞ്ചിയൻ, ശൗചം ചെയ്യാണ്, മൂത്രമൊഴിച്ച് കഴുകുകയാണ്, അല്ലെങ്കിൽ മരക്കിരുന്ന് മലവിസർജനം ചെയ്ത് കഴുകുകയാണ്, അപ്പോഴും ഇജാബത്ത് സുന്നത്തുണ്ട്. പക്ഷെ എപ്പോ കക്കൂസെന്നല്ലെങ്കിൽ ഇപ്പത്തേക്ക് കക്കൂസ് കുത്തിരുന്ന് മൂത്രമൊഴിച്ച് അവിടുന്ന് തന്നെ മനോഹരിച്ച്, അതുപോലെ തന്നെ കാട്ടിച്ച് അവിടുന്ന് തന്നെ മനോഹരം ചെയ്തിട്ടാണല്ലോ പോരല്, അപ്പൊ അവിടെ സുന്നത്തില്ല, അതിനെ പറയേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയല്ല, ഒരുത്തീന്ന് മലവിസർജനം ചെയ്ത് അവിടുന്ന് പുറത്ത് നിന്നുകാണ്ട് വേറൊരുത്തി കുളത്ത് പോയിട്ടാണ് മനേരിക്കുന്നത്. കുളത്തുനിന്ന് മനോഹരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ട് എന്നാ ഇജാബത്ത് ചെയ്യാം. അതല്ലെങ്കിൽ മൂത്രപ്പരയിൽ പോയിട്ട് മൂത്രമൊഴിച്ച് പള്ളിക്കുളത്തുനിന്ന് വന്നിട്ട് മനോഹരിക്കുകയാണ്, അപ്പളാ ബാങ്ക് കേട്ട് എന്നാ സുന്നത്തുണ്ട്. അല്ലാതെ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കാട്ടിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മനോഹരം ചെയ്യുകയാണെങ്കിൽ അവിടെ സുന്നത്തില്ല. കാരണം എന്താ? മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് കറാത്താണ്, പറയാൻ പാടില്ല. അല്ലെ? എന്ത് പറയാ? കേട്ടവര് പറയാ മിസ്ല കൗലിഹിമ, ബാങ്കും മെക്കാമത്തും കൊടുക്കുന്നവര് പറയുന്നത് പോലെ പറയൽ സുന്നത്തുണ്ട്. ഒരു പറയുന്നവരെ പറയാന്ന് പറഞ്ഞപ്പം ഇല്ലം അർത്ഥത്തിന് തകരാറ് വരുന്ന നിരക്കുള്ള തെറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, തെറ്റ് പറഞ്ഞാൽ പിന്നെ അത് ബാങ്കായിട്ട് എണ്ണൂലല്ലോ. അപ്പൊ പിന്നെ അത് അതുപോലെ പറയേണ്ട ആവശ്യമില്ല. അതായത് ഈ കേട്ട ആള് കൊണ്ടുവരണം ബികുല്ലി കലിമത്തിൻ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഓരോ കലിമത്തിനെയും എപ്പോ പറയണം? അഖബ ഫറാഹിഹി മിൻഹാ, ഈ ബാങ്ക് വിളിക്കുന്നവൻ അല്ലെങ്കിൽ ഇഖാമത്ത് വിളിക്കുന്നവൻ ആ കലിമത്ത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ ഒപ്പം പറഞ്ഞാൽ കൂലി കിട്ടൂല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ബാങ്ക് കൊടുക്കുന്നവന്റെ കൂട്ടത്തിൽ ഇപ്പം പറയാ, അത് പറയാൻ പാടില്ല. വിരമിച്ച ഉടനെ പറയാം. അത് ഹത്താഫി തർജിഇ, പതുക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറയുന്ന തർജിഹ ഉണ്ടല്ലോ, അതിന് വരെ ഇജാബത്ത് സുന്നത്താ. വൈല മിസ്മഹു, തർജിഹും കേട്ടോളൊന്നില്ല. ബാങ്കിന്റെ അല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു കലിമത്തെങ്കിലും വ്യക്തമായി കേട്ടാൽ മുഴുവൻ ഇജാബത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ അതിന്റെ മുമ്പുള്ളതിനും ഇജാബത്ത് ചെയ്യണം, ശേഷമുള്ളതിനും ഇജാബത്ത് ചെയ്യണം. അല്ലതിലും ഒരു അല്ലാഹു അക്ബറും കേൾക്കുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞോ കേട്ടാണ്. അപ്പൊ അതിന്റെ അടക്ക പതുക്കെ പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന തർജിഉം ചെല്ലൽ കേട്ടവന് സുന്നത്തിന്. അതും കേട്ടോളുന്നില്ല. എന്നതുപോലെ ഒരു സമയ ബാങ്കല്ലാതാനി, ബാങ്കിന്റെ അല്പഭാഗം കേട്ടു, എന്നാൽ അജാബ ഫീഹി, ആ കേട്ടതിൽ ഓൻ ഇജാബത്ത് ചെയ്യണം. പോരാ ഫീമാ ലം യസ്മഉ, കേൾക്കാത്തതിലും വേണോ? ഇനി വലവ് തറത്തബൽ മുഅദ്ദിനൂന, കുറെ ബാങ്കിന്റെ മുഅല്ലാമാര് മുത്തറത്തിബായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ബാങ്ക് കൊടുത്തു. എന്നാൽ അജാബൽ കുല്ല, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ജവാബ് പറയണം. അതേ സമയത്ത് എല്ലാരും കൂടി ഒപ്പാണെങ്കിലോ അത് ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു 10 പള്ളിക്കുന്ന ഒപ്പം കേൾക്കുന്നുണ്ട് ബാങ്ക്, 10നും കൂടി ഒറ്റ ജവാബ് പറഞ്ഞാൽ മതി. ഇവിടെ അതല്ല പ്രശ്നം. ഒരാളാദ്യം ബാങ്ക് കൊടുത്ത് അതിന് ജവാബ് പറഞ്ഞു, അപ്പൊ ഉണ്ട്. അത് കഴിഞ്ഞപ്പോണ്ട് വേറൊരുത്തം കൊടുക്കണം, അതിനും ജവാബ് പറയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരുത്തം കൊടുക്കുന്നുണ്ട്, അത് അപ്പഴും പറയാ. വലു ബാദ സ്വലാത്തിഹി, ആദ്യത്തെ ബാങ്ക് കേട്ട് ഇയാൾ നിസ്കരിച്ച്
നിക്കേരിച്ച് കഴിഞ്ഞപ്പോണ്ട് വേറൊരു പള്ളിക്കൊന്ന് വല്ലാക്ക ബാങ്ക് തുടങ്ങണ്, ഇജാബത്ത് പറയാ. വഖത്ത് അവാണതിനിടയ്ക്ക് എപ്പോഴും കൊടുക്കാലോ. അതെ. എന്നാൽ എല്ലാത്തിനും സുന്നത്തുണ്ടെങ്കിലും യുക്റഹു കറാത്താക്കപ്പെടും തീർക്കും ഇജാബത്തിലവലി. ആദ്യത്തെ ബാങ്ക് കേൾക്കുമ്പം ഇജാബത്തിന് ഒഴിവാക്കൽ കറാത്ത, പിന്നുള്ളതിനൊക്കെ സുന്നത്താണെങ്കിലും ഉപേക്ഷിക്കൽ കറാത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആദ്യത്തേന് ഇജാബത്ത് പറയൽ മോക്കതായ സുന്നത്താണ്, ബാക്കിയുള്ളതിനൊക്കെ ഇജാബത്ത് പറയൽ അത്ര മോക്കതല്ല, എന്നാ സുന്നത്ത് തന്നെ. അപ്പൊ മോക്കതായത് ഒഴിവാക്കിയാൽ കറാത്ത് വരും, മോക്കതല്ലാത്തത് ഒഴിവാക്കിയാൽ കറാത്ത് വരൂല, ഖിലാഫുലൗലിയ വരിക. ഇനി ബാങ്ക് കേൾക്കുന്നവൻ ഇജാബത്ത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വയഖ്തഉലിൽ ഇജാബത്തി, ബാങ്കിന് ഇജാബത്ത് പറയാൻ വേണ്ടിയിട്ട് മുറിക്കണം. എന്തിനെ മുറിക്കണം? അൽ ഖിറാഅത്ത, ഇവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഇതും ഒരു ഇബാദത്തല്ലേ എന്ന് തുടർന്ന് ഓതല്ല, ബാങ്ക് കേൾക്കുമ്പോൾ ഓത്ത് നിർത്തുക, എന്നിട്ട് ഇജാബത്ത് പറയാം. ദിക്ർ ഹൽക്ക നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ദിക്ർ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ദിക്ർ അവിടെ നിർത്തി വെക്കുക, എന്നിട്ട് അതിന് ഇജാബത്ത് പറയാം. ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാ ബാങ്ക് കൊടുക്കുമ്പം നിർത്തി. അപ്പൊ ദിക്ർ, ദുആ, ഖുർആനോത്ത് പോലത്തത് ബാങ്കിന് ഇജാബത്ത് പറയാൻ വേണ്ടിയിട്ട് നിർത്തിവെക്കുകയും എന്നിട്ട് ഇജാബത്ത് പറഞ്ഞതിന് ശേഷം ബാങ്ക് കഴിഞ്ഞിട്ട് പിന്നീട് തുടങ്ങുകയും ചെയ്യലാണ് സുന്നത്ത്. എന്നാൽ തുക്റഹു, ഇജാബത്ത് പറയൽ കറാഹത്താക്കപ്പെടും. ലി മുജാമിഇൻ, ജിമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാള് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ബാങ്ക് കേട്ടത്, എന്നാൽ അപ്പോൾ ഇജാബത്ത് പറയണ്ട, കാരണം അത് അതിന് പറ്റുന്ന സമയമല്ല. അതുപോലെ തന്നെ ഖാദി ഹാജത്തിൻ, മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരാള് ബാങ്ക് കേട്ടു, എന്നാൽ അതിന് അപ്പോൾ ഇജാബത്ത് ചെയ്യണ്ട. പിന്നെന്ത് വേണം? പറ്റ ഒഴിവാക്കുകയല്ല വേണ്ടത്. ബല്യുജീബാനി, ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും മലമൂത്ര വിസർജനം ചെയ്യുന്നവനും ഇജാബത്ത് പറയേണ്ടത് ബഅദൽ ഫറാഗി, ഈ വിസർജനം കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഈ ബന്ധം പെടൽ കഴിഞ്ഞിട്ട് പിന്നെ ഇജാബത്ത് പറയാണ് വേണ്ടത്. ഏതുപോലെ? കമുസല്ലിൻ, നിസ്കരിക്കുന്നവൻ പിന്നീട് ഇജാബത്ത് പറയാൻ സുന്നത്തുള്ളത് പോലെ. ഇൻ ഖർബൽ ഫസ്ലു, നിസ്കരിക്കുന്നതിന്റെയും ഇജാബത്തിന്റെയും ഇടയിൽ ഇടവേള കുറച്ചുള്ളെങ്കിൽ എന്ന് പറഞ്ഞാൽ അബ്ബൻ നൂറുസ്കരിക്കാൻ തുടങ്ങിയപ്പം മല്ലാക്ക ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റക്അത്ത് കഴിയുന്നതിന് പിന്നെ ബാങ്ക് കഴിഞ്ഞു, പിന്നെ അബ്ബൻ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു, അപ്പോക്ക് സമയം. അങ്ങനെ സമയം ദീർഘിക്കാതെ ആണെങ്കിൽ നിസ്കാരത്തിന് ശേഷം ഇജാബത്ത് പറയൽ സുന്നത്തുണ്ട്. ലാലിമൻ, ഒരുത്തിന് കറാഹത്തില്ല, എങ്ങനത്തെ ഒരുത്തനാണ്. ബി ഹമ്മാമിൻ, ഹമ്മാമ് കുളിപ്പര. ഹമ്മാമ് എന്ന് പറഞ്ഞാല് കക്കൂസല്ലട്ടാ, അനപ്പൊ രണ്ടും കൂടി ഒന്നിച്ചായതുകൊണ്ട് ഹമ്മാമ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഹമ്മാമ് എന്ന് പറഞ്ഞാല് അതിന് കുളിപ്പര എന്നാണ് അതിന് അർത്ഥം പറയാം. മറ്റേന് കക്കൂസ് എന്നാ പറയാ. രണ്ടുകൂടി കൂടി ഒന്നാണെങ്കിൽ കക്കൂസിന്റെ ഹുക്കം തന്നെയാണ്. അപ്പം ഹമ്മാമിൽ കുളിക്കാൻ കയറിയ ഒരാള് കുളിമുറിയില്, അപ്പം ഇജാബത്ത് ചെയ്യാം, അത് കറാത്തൊന്നുമില്ല. വമൻ, ഒരുത്തനും കറാത്തില്ല. എങ്ങനത്തെ ഒരുത്തനാണ്? ബദനുഹു, അവന്റെ ശരീരം ഒഴുക്കയും മാദാഫബിഹി, വായിന്റെ ഉള്ളല്ലാത്ത ബാക്കിയൊക്കെ നജസാണ്, എന്നാലും കറാത്തില്ല. അതേസമയത്ത് വായിന്റെ ഉള്ളിൽ നജസുണ്ടെങ്കിൽ കറാത്താണ്. സംഗതി വൈം വജതമായതൊഹറുബിഹി, ഈ ശരീരത്തിലുള്ള നജസ് ശുദ്ധിയാക്കാനുള്ള വെള്ളവന് കിട്ടാണ്ട് എന്നിട്ട് ശുദ്ധിയാക്കാതെ എന്നതാണ്. എങ്കിലും വായിന്റെ ഉള്ളിൽ നജസില്ലെങ്കിൽ ഇജാബത്ത് പറയൽ സുന്നത്ത് തന്നെയാണ്. അപ്പോ ബാങ്കും ഇഖാമത്തും കേട്ടവൻ ഇജാബത്ത് പറയണം. ഇങ്ങനെ പറയണം, ബാങ്കും ഇഖാമത്തും കൊടുത്തവൻ പറഞ്ഞത് പോലെ പറയണം. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്, തീരൂല, ഒരുപാട് മടുക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് ബാങ്കിന്റെ ബാബ് തീർക്കാന്നേനി, പക്ഷെ അത് സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ശനിയാഴ്ച പൂർത്തിയാക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ ഇൻഷാ അല്ലാഹ്.